നാടൻ രീതിയിലൊരു ബീഫ് സ്റ്റൂ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഞാനിവിടെ 1 കിലോ ബീഫ് നന്നായിട്ട് കഴുകി അതിന്റെ വെള്ളമൊക്കെ കളഞ്ഞൊരു കുക്കറിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ ഒരു 1/4 ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം കുക്കർ അടച്ചു വെച്ച് ഒരു 5-6 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. ഇനി ഒരു അടികട്ടിയുള്ള പാത്രത്തിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാവുമ്പോൾ ഇതിലേക്ക് കറുവപ്പട്ട, ഏലക്ക, ഗ്രാമ്പു, പിന്നെ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാളയും 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് സവാളയൊക്കെ ചെറുതായിട്ട് വാടി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയം ഇതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ബീഫും, പിന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങും ക്യാരറ്റും പച്ചമുളകും, പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് ചതച്ചത്, കുറച്ച് ഉപ്പും, തേങ്ങയുടെ 2 പാല് ഒരു 2 ഗ്ലാസും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ടതിന് ശേഷം അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. കറി ഇപ്പോൾ നല്ലപോലെ തിളച്ചു വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയം ഇതിൽ എരിവ് കുറവായതുകൊണ്ട് 1 ടീസ്പൂൺ കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം വീണ്ടും അടച്ചു വെച്ച് ഒരു 5-8 മിനിറ്റ് കൂടി കുക്ക് ചെയ്യാം. ഇതിപ്പോൾ ഒരു 8 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതിലെ ഗ്രേവിയൊക്കെ കുറച്ചൊന്ന് വറ്റി ഉരുളക്കിഴങ്ങും ക്യാരറ്റും ഒക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നതിന് വേണ്ടി 20 അണ്ടിപ്പരിപ്പ് കുതിർത്തതിന് ശേഷം കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അതുകൂടി കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. കാഷ്യൂ പേസ്റ്റ് ഒക്കെ ചേർത്തതിന് ശേഷം കറി നന്നായിട്ട് തിളച്ചു വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയം ഇതിലേക്ക് തേങ്ങയുടെ 1/4 പാല് കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ 1/4 പാൽ ഒഴിച്ചതിന് ശേഷം കറി ഒരുപാട് തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചെറുതായിട്ട് തിളച്ച് വരുന്ന സമയം അടുപ്പത്ത് നിന്ന് മാറ്റി വെക്കാം. പിന്നെ നെയ്യിൽ കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരി ഇട്ട് നല്ലപോലെ മൂപ്പിച്ച് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം.